ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ത്രീ ഫേസ് നമുക്ക് ELCB അല്ലെങ്കിൽ RCCB നമുക്ക് എങ്ങനെ സിംഗിൾ ഫേസ് വരുന്നുണ്ട്. സിംഗിൾ ഫേസ് നമുക്ക് ആവശ്യമുള്ളത് സിംഗിൾ ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ന് സിംഗിളായിട്ട് പറയുന്നത് നമുക്കിത് ആവശ്യം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ത്രീ ഫേസ് ആണ്. പക്ഷേ നമുക്കത് സിംഗിൾ ഫേസ് ആയിട്ട് യൂസ് ചെയ്യണം, സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് സ്റ്റാൻഡേർഡിൻ്റെ RCCB ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഈ കാണുന്നത്. ഓൺ ഓഫ് പൊസിഷനിലൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺ എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പോൾ ഓഫിലാണ്, ഓണിലിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓണുള്ള പൊസിഷനിലേക്ക് വിടും. പിന്നെ ഈ സൈഡിൽ കാണുന്ന ട്രിപ്പിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇതിൽ കാണുന്നതാണ് ട്രിപ്പ് ചെയ്ത് വരുന്നത്. അതായത് മന്ത്ലി ടെസ്റ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജാം ആവാനുള്ള ചാൻസസ് കൂടുതൽ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു മന്ത്ലി എങ്കിലും നമ്മൾ ജസ്റ്റ് ഇത് ട്രിപ്പ് ചെയ്ത് നോക്കണം. ആദ്യമേ തന്നെ നോക്കുക, ഇനി നമ്മൾ ഇത് ത്രീ ഫേസിൻ്റെ കണക്ഷൻസ് അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, സിംഗിൾ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ന്യൂട്രൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കി 1 2 3 ഫേസും പിന്നെ ഒരു ന്യൂട്രൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്ക്രൂ ഉണ്ടാകും. അതുപോലെ തന്നെ ഔട്ട് 3 ഫേസ്, ഒരു ന്യൂട്രൽ കൂടി കൊടുക്കാവുന്നത്. ന്യൂട്രൽ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിലും ന്യൂട്രൽ ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിട്ട് ഈ പറയുന്ന ഫേസുകളിൽ ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ നമ്മൾ കൊടുത്തു. ന്യൂട്രൽ നമ്മൾ റൈറ്റ് സൈഡ് വന്നിരിക്കുന്നു. അത് നേരെ വന്നതിന് ശേഷം നമ്മുടെ ഔട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് നേരെ ILCBയുടെ താഴെ ഇവിടെയാണ് നമ്മൾ ഫേസ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്നും വന്നിരിക്കുന്നതാണ്. ഇതിൽ നേരെ ഔട്ടാണ് ഫേസ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് കാണുന്നത്, അതായത് നീല വയർ ന്യൂട്രലാണ്, അത് കോമൺ ആയിട്ട് പോകുന്നതാണ്. ആ മഞ്ഞ കാണുന്നതാണ് ഇവിടെ നമ്മൾ ഒരു ഫേസ് ആയിട്ട് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങൾ കാണുന്ന പോലെ. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് കണ്ടോ, ആ ടോപ്പിൽ നിന്നും എവിടെയാണോ ഫേസ് താഴെ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ആ ഫേസ് മുകളിലേക്ക് വന്നു. ന്യൂട്രൽ നമ്മൾ അതുപോലെ തന്നെ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു. ആ മഞ്ഞ വയറാണ് അപ്പോൾ ഫേസ്. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന നീല ന്യൂട്രലായിട്ട് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ് നേരെ എടുത്തതിന് ശേഷം സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ന്യൂട്രൽ നീല കാണാൻ സാധിക്കും. ആ ന്യൂട്രൽ നീല നേരെ എടുത്തതിന് ശേഷം സ്വിച്ച് പ്ലഗിലേക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ പറയുന്ന ഫേസ് എടുത്ത് നേരെ ഒരു MCBയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സിംഗിൾ ഫേസിൻ്റെ ആ ഫേസ് നമ്മൾ നേരെ മുകളിൽ നിന്നെടുത്ത് ഒരു MCBയുടെ താഴെ നമ്മൾ കൊടുത്തു. അത് 16 ആംസിൻ്റെ MCB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ അതിൻ്റെ MCBയുടെ ഔട്ടാണ് നമ്മൾ നേരെ പ്ലഗിലേക്ക് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ നേരത്തെ തന്നെ നമ്മുടെ നീല വയർ നമ്മുടെ RCCBയിൽ നിന്ന് നേരെ പ്ലഗിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ഫേസ് വരുന്നതെന്ന് മാത്രമാണ് നമ്മൾ MCB വഴി കൺട്രോൾ ചെയ്ത് നമ്മുടെ പ്ലഗ് സോക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ, ഇത്രയും ഓപ്പണായിട്ട് വളരെ സിമ്പിളായിട്ട് കാണാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു സിംഗിൾ ഫേസ് ന്യൂട്രൽ വന്നു. നമ്മൾ താഴെയുള്ള ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തു, നേരെ ന്യൂട്രൽ കൊടുത്തു. അതിന് ശേഷം ഔട്ട് നമ്മൾ അതേ പൊസിഷനിൽ തന്നെ മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ന്യൂട്രൽ കൊടുത്തു. അതിനുശേഷം ഫേസ് നമ്മൾ MCB വഴി കൺട്രോൾ ചെയ്ത് നമ്മൾ സ്വിച്ചിലേക്ക് പ്ലഗ് സോക്കറ്റിലേക്ക് എടുത്തു. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.